അവരെ ചേട്ടനെയും മോനെയും പറഞ്ഞു വിടുന്നത് വരെ ഒരു റെസ്റ്റ് കാണത്തില്ല. അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് പരിപാടിയാണ്. ഒരു യുദ്ധഭൂമിയായിരിക്കും എൻ്റെ കിച്ചൺ. പിന്നെ പെട്ടെന്ന് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും കേട്ടോ. ചില ദിവസങ്ങൾ മടിച്ച് ഞാൻ ലേറ്റായി ചെയ്യാറുണ്ട്, പക്ഷെ അന്നത്തെ ദിവസം മൊത്തം ഫ്ലോപ്പായിരിക്കും. നമ്മുടെ പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമാധാനമാണ് കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് കുറച്ച് നേരം യൂട്യൂബ് കണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ രാവിലത്തെ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ കുറച്ച് പൂവൊക്കെ കണ്ടപ്പോൾ ഞാൻ തലയിൽ വെച്ച് നോക്കിയതാണ്. എൻ്റെ മാമൻ്റെ കല്യാണത്തിൽ ഞാനിങ്ങനെ നിറച്ച് പൂ വെച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതൊക്കെ ഓർത്തി കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ ഞാൻ പൂവെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കോമഡി തന്നെ. പിന്നെ ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇവിടെയാണ് ഇരിക്കാറുള്ളത്. കിടന്നുറങ്ങി. എന്നിട്ട് ഈവനിങ് ആയപ്പോൾ മോനെ വിളിക്കാൻ പോയിട്ട് വന്ന് നൈറ്റ് നമുക്ക് KFC വാങ്ങാമെന്നുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ നേരെ KFC വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് ആണ് നമ്മുടെ ആസിഫൈ, സാൽബാഡൈൻ, ബാക്കിഡ്, ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ. കൊതിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് KFC കണ്ടുപിടിച്ചത്. അങ്ങനെ നേരെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ, ഇത്രയും ആൾക്കാരാണോ ചിക്കൻ മാത്രം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? KFCക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത്ര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 7 മിനിറ്റ് ചലഞ്ച് ഉണ്ടല്ലോ, ഞാൻ സമയം നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അവർ നമ്മൾ ചതിച്ചു കേട്ടോ. കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. ഒരു ലെഗ് പീസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു, പക്ഷേ പോയി കിട്ടിയില്ല. പിന്നെ അതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. പെട്ടെന്ന് പോയി ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കണമല്ലോ. അങ്ങനെ തുറക്കേണ്ട താമസം എല്ലാവരും കൂടി വളഞ്ഞിരുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചേട്ടാ, ബൈ, സീ യു.